എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ വലിയൊരു പാർട്ടി കാണിക്കുകയാണ്. അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടി അവൾ കാര്യമായിട്ട് ആരോടൊക്കെയോ പ്രാർത്ഥിച്ച് ഇപ്പോൾ സ്റ്റേജിലേക്ക് വരികയാണ്. ആ സ്റ്റേജിലാണെങ്കിൽ ഒരുപാട് ജനസാഗരം അവളെ കാണാനും അവളുടെ പെർഫോമൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവൾ സ്റ്റേജിലേക്ക് വരേണ്ട താമസം അവരെല്ലാവരും കൈയൊക്കെ അടിച്ച് ചിയർ ചെയ്ത് ആർപ്പ് വിളിക്കാനായിട്ട് തുടങ്ങും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പോൾ ഹീറോയുടെ സ്കൂൾ മുഴുവൻ ആസും നമ്മുടെ പച്ചമുടി പെണ്ണും അവരാണെങ്കിൽ ഹീറോയുടെ ന്യൂസ് വന്ന ആ ന്യൂസ് പേപ്പർ അതെല്ലാവർക്കും നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്യുകയാണ്. ആസ് എ ഹീറോയോട് പറയും, നീയാണ് ഇപ്പൊ ഈ സ്കൂളിലെ നമ്പർ 1 ഹീറോ, നിനക്ക് കുറച്ച് നോട്ടീസ് വേണോ? വീട്ടിൽ നിന്റെ ഗ്രാൻഡ് പേക്കും അസിസ്റ്റന്റ് ചേച്ചിക്കും കൊടുക്കാലോ. അതിനാവും പറയും, എന്റെ ഗ്രാൻഡ് പേയുടെ കയ്യിൽ ഒരു 100 നോട്ടീസ് ഉണ്ട്, സോ ഇതിന്റെ ആവശ്യമില്ല. ആസ് ആണെങ്കിൽ ഈവിൾ സൈക്കിൾ അതെന്താണെന്ന് ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതായത് ഡീമൺസിന് എല്ലാവർക്കും ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ ഉണ്ടാവും. അതൊരു ലിമിറ്റിനപ്പുറം പോകുമ്പോഴാണ് ഈവിൾ സൈക്കിൾ എന്ന് പറയപ്പെടുക. ഡീമൻസ് ആ ലെവലിലേക്ക് പോകുമ്പോൾ അവരെ കൺട്രോൾ ചെയ്യാനും സ്ട്രെസ് കുറയ്ക്കാനുമാണ് ഗെയിംസ്, എന്റർടൈൻമെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് ഇപ്പോഴുള്ള ഡീമൻസ് എല്ലാം കുറേയൊക്കെ നോർമൽ ആയത്. സോ മെയിനായിട്ട് ഞങ്ങൾ ടെംഡോൾ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടത്തും. അതൊരു ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് അത് ഹോസ്റ്റ് ചെയ്യുക. മാത്രമല്ല ഇതിലൂടെ ഡീമൻസിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റും. അതിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാവും. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. കുറുമ പെണ്ണിന്റെ ആ ഒരു പ്രോഗ്രാം അത് എത്ര അടിപൊളിയാണെന്ന് നോക്കുമെന്ന് പറഞ്ഞ് വേറൊരു പയ്യൻ അവളുടെ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അവളുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിന്റെ പരസ്യമാണ് ഈ പത്രത്തിലുള്ളത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പോകാനായിട്ടാവില്ല. ആ ഒരു പ്രോഗ്രാമിൽ വെച്ച് ലക്കി ആയിട്ടുള്ള ആൾക്കാർക്ക് കുറുമയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കാനൊക്കെ പറ്റും. അതിനത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ഓപ്പർച്യൂണിറ്റി കിട്ടൂ. കുറുമ ഹാൻഡ് ഷേക്ക് കൊടുക്കുന്ന ഡീമൻസിന്റെ സ്ട്രെസ് അത് വേറെ ലെവലിൽ കുറയും. അതുകൊണ്ട് തന്നെ അവളുടെ പ്രോഗ്രാം അതാരും തന്നെ മിസ് ചെയ്യില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഒരു അനൗൺസ്മെന്റ് വരിക. നമ്മുടെ ഹീറോയെ ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് വിളിക്കുന്നു എന്നായിരിക്കും ആ ഒരു അനൗൺസ്മെന്റ്. ഹീറോ ആണെങ്കിൽ അത് കേട്ട് ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് പോകും. അവന്റെ തൊട്ടു പിന്നാലെ പച്ചമുടി പെണ്ണും ആസും പോവാണ്. മറ്റ് സ്റ്റുഡൻസ് എല്ലാവരും ഇപ്പൊ കുറുമ പെണ്ണിന്റെ ലൈവ് അത് കണ്ട് സായുജ്യ അടയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ചുന്ദരി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പോൾ TV റിപ്പോർട്ടേഴ്സിന് ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അവളുടെ ചിരിയും കൊഞ്ചിക്കൊഴഞ്ഞുള്ള സംസാരവും ക്യൂട്ട്നെസ് ഒക്കെ കണ്ട് ആങ്കേഴ്സ് തന്നെ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസായി താഴെ വീഴും. ഇന്റർവ്യൂ ഒക്കെ അവസാനിപ്പിച്ച് കുറുമ അവളിപ്പോ മേക്കപ്പ് റൂമിലേക്ക് വന്ന് അവളുടെ വിഗൊക്കെ അയച്ചു വെക്കുകയാണ്. ആക്ച്വലി ഈ പെണ്ണ് നമ്മുടെ ഹീറോയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു സ്റ്റുഡന്റ് ആണ്. അവൾക്കാണെങ്കിൽ ഹീറോയോട് ചെറിയ ക്രഷ് ഒക്കെ ഉണ്ട്. ഈ സീക്രട്ട് ഇതുവരെ ആർക്കും അറിയില്ല. അവളാണെങ്കിൽ വമ്പം ഗെറ്റപ്പും മേക്കപ്പും ഡ്രസ്സൊക്കെ ഇട്ട് ഇപ്പൊ കണ്ണാടിക്ക് മുൻപിൽ നാളത്തെ പെർഫോമൻസിന് വേണ്ടി ട്രെയിനിങ്ങും പ്രാക്ടീസൊക്കെ എടുക്കാൻ തുടങ്ങും. അവൾ നല്ല നെർവസ് ആണ്. എങ്കിലും അവൾക്കിപ്പോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. കാരണം നാളെ നടക്കാൻ പോകുന്നത് അവളുടെ ലൈഫിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രോഗ്രാമാണ്. അവൾ ഡിഫറെന്റ് പോസ് ഒക്കെ കൊടുത്ത് അവളുടെ മാജിക് ബുക്ക് എടുത്ത് തുറന്നു നോക്കും. അതിൽ കൂടുതൽ പ്രാക്ടീസ് ട്രെയിനിങ് ഒക്കെ ചെയ്യാനായിരിക്കും അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക. കുറുമയാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ഫ്ലാഷ് ബാക്കിൽ അവൾ അവളുടെ പാരൻസിനെയും സിബ്ലിങ്സിനെയും ഒക്കെ ഓർക്കുകയാണ്. ആക്ച്വലി അവളുടെ 2 സിബ്ലിങ്സും നന്നായിട്ട് പഠിക്കും. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്ക് അവരോടായിരുന്നു കൂടുതൽ സ്നേഹം. അവൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു എല്ലാ ഇടങ്ങളിലും. അങ്ങനെയാണ് അവൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അവളെ കാണുന്ന എല്ലാവർക്കും അവൾ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവളെ കാണുന്നവര് ഇംപ്രസ്ഡ് ആയിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ അവൾക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്താലും അതെല്ലാവരും ക്ഷമിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ കഴിവ് ഞാൻ തിരിച്ചറിഞ്ഞത്. എന്നെ കൊണ്ട് ഡീമൺസിന്റെ സ്ട്രെസ്, നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് അതെല്ലാം തന്നെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്ന്. അതിനുശേഷം പതിയെ പതിയെ ഞാൻ ആരും അറിയാതെ ഫേമസ് ആവാൻ തുടങ്ങി. പക്ഷെ ഇപ്പോ എനിക്കൊരു വെല്ലുവിളിയായി ആ ഹീറോ പയ്യൻ വന്നിരിക്കുകയാണ്. എപ്പോഴും ന്യൂസ് പേപ്പറിൽ എൻ്റെ ന്യൂസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരുന്നത്. ഇപ്പൊ അതിനു പകരം അവന്റെ ന്യൂസുകളാണ്. അതിനു പകരം അവന്റെ ന്യൂസാണ് എപ്പോഴും വരുന്നത്. അവളാണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കും. ഉടനെ ഐസ് പവർ അത് അവൾക്ക് ചുറ്റും വരികയാണ്. ഇതൊക്കെ കണ്ട് മാനേജർ അവിടേക്ക് വന്ന് അവളോട് ദേഷ്യപ്പെടും. നീ എന്തായി ചെയ്യണേ? നീ എങ്ങനെ ചെയ്ത? നീ ആരാണെന്നുള്ള കാര്യം അത് ലോകം അറിയും. കുറുമ അതിന് സോറി പറഞ്ഞ് ഇപ്പൊ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ ആ സ്റ്റേജിലേക്ക് പോവാ. അവളാണെങ്കിൽ മനസ്സിൽ ഉറപ്പിക്കും, എല്ലാവരെ കഴിഞ്ഞും ഫേമസും പോപ്പുലറും ഞാൻ തന്നെയാണ്. സോ എന്നെ റീപ്ലേസ് ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. ഞാനാണ് ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ കയറും. അവളെ കാണേണ്ട താമസം സ്റ്റേജിലുള്ള എല്ലാവരും ഇളകി മറിയാണ്. അവൾ അവരെ വിഷ് ചെയ്ത് ഇപ്പോൾ ഒരു പാട്ടൊക്കെ പാടി അവരെ എൻജോയ് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഹീറോയുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് അവരും ഇപ്പോൾ അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അവൾ പാട്ടൊക്കെ പാടി ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ട് വരുമ്പോഴായിരിക്കും ദൂരെയായിട്ട് നമ്മുടെ ഹീറോയെ കാണാം. ഹീറോയെ കണ്ടതും അവൾ ഒരു സെക്കൻഡ് ഷോക്കായി പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ഹീറോയെ ബ്രോഡ്കാസ്റ്റ് റൂമിലേക്ക് ക്ഷണിച്ചത് തന്നെ കുറുമയുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള ടിക്കറ്റ് കൊടുക്കാനാണ്. സോ അവിടേക്ക് പോയത് നമ്മുടെ ഹീറോയും ആസും പച്ചമുടി പെണ്ണും. അവർക്ക് 3 പേർക്കും ടിക്കറ്റ് കൊടുത്ത് അവളുടെ ഷോ അത് ലൈവായിട്ട് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. അങ്ങനെയാണ് ഇപ്പൊ ഹീറോയിൻ ടീമും അവളുടെ പ്രോഗ്രാം അത് ലൈവായി കണ്ട് എൻജോയ് ചെയ്യുന്നത്. പാർട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാർ ഹാപ്പി ആയിട്ട് തിരികെ പോകാൻ തയ്യാറെടുക്കുകയാണ്. ആസിനും ഹീറോയ്ക്കും പച്ചമുടി പെണ്ണിനും അവർക്ക് 3 പേർക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഒരു ടീം ഓടി അവരുടെ അടുത്തേക്ക് വരിക. അവർ ഹീറോയ്ക്ക് നേരെ ഇപ്പോൾ ഒരു ലക്കി കൂപ്പൺ അത് നീട്ടുകയാണ്. നിങ്ങളാണ് ഇന്നത്തെ ഭാഗ്യശാലി. കുറുമയെ നേരിട്ട് കാണാനും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനും ഇതിലൂടെ സ്ട്രെസ് റിലീഫ് ചെയ്യാനും ഇന്ന് നിങ്ങൾക്കാണ് അവസരം കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് വന്ന് ഒരു ജ്യൂസൊക്കെ കുടിച്ച് ക്യാഷിലായിട്ട് ഇരിക്കുകയാണ്. കുറുമയാണെങ്കിൽ ഷോക്കാവും. ഇത്രയും 10,000 ആൾക്കാരുണ്ടായിട്ട് കറക്റ്റായിട്ട് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഹീറോ തന്നെ അവളുടെ അടുത്തേക്ക് വന്നു. അവൾ കയ്യിലൊക്കെ നുള്ളി അവളുടെ ദേഷ്യത്തെ കാം ഡൗൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതേസമയത്ത് ഹീറോ ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ നോക്കും. അടുത്ത നിമിഷം അവളുടെ ദേഷ്യം പുറത്തു വന്ന് ആ ഒരു ഗ്ലാസിന്റെ ഭാഗം എല്ലാം തന്നെ ഐസായി മാറും. കാര്യം കൈവിട്ടു പോകുന്നു മനസ്സിലാക്കിയ അവളാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെയോ പറഞ്ഞ് ഹീറോയെ കൺവിൻസ് ചെയ്യാണ്. ഓ, ഇവിടുത്തെ ക്ലൈമറ്റ് അതൊരല്പം വീക്കാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നോർമലാവും. അതിന് ഹീറോ പറയും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്നത് ഇത്ര ചെറിയ പ്രായത്തിൽ നിനക്ക് ഇത്രയും വലിയ പോപ്പുലർ ആവാൻ കഴിഞ്ഞതിനെ ഓർത്താണ്. മാത്രമല്ല ഈ പ്രോഗ്രാംസും നിന്റെ പഠിത്തവും എല്ലാം തന്നെ നീ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നു. അതാണ് നിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അത് കേട്ട് അവളും ഇപ്പൊ ചിരിച്ച് ക്യാഷ്വലായിട്ട് ഹീറോയോട് സംസാരിക്കാൻ തുടങ്ങും. അവളാണെങ്കിൽ ഇപ്പൊ അവളുടെ കഴിവുകൾ ഒന്നൊന്നായിട്ട് പറയും. എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നന്നായിട്ട് ആങ്കർ ചെയ്യും, പാട്ടുപാടും, പഠിക്കും, ഓരോരോ ടൈമും ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ആ ബുക്ക് കാണിച്ചു കൊടുക്കും. അവനത് മറിച്ച് നോക്കുമ്പോഴായിരിക്കും അവൾക്ക് ഓർമ്മ വരിക അവളുടെ സ്കൂൾ ഡീറ്റെയിൽസ് ആ ബുക്കിലുണ്ട്. അവൾ ഓടിപ്പോയി ആ ബുക്ക് തട്ടിപ്പറിച്ച് അങ്ങനെ നെഞ്ചോട് ചേർത്ത് വെക്കും. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവക്ക് ഭ്രാന്താണോ ചിന്തിച്ച് അവനങ്ങനെ തലയൊക്കെ ചൊറിഞ്ഞ് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അപ്പോഴായിരിക്കും മുൻപിലുള്ള മിററിൽ ആ ബുക്ക് കാണുന്ന അവൾ കാണുക. അവൾ ആ മിററൊക്കെ പോയി മറച്ചു പിടിക്കും. അതിനുശേഷം തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ ഹീറോയോട് സംസാരിക്കുകയാണ്. ഹീറോ പറയും, നിങ്ങളിപ്പോ അത്ര നല്ല മൂഡിലല്ലല്ലേ, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഹീറോ ഇപ്പോ പുറത്തേക്ക് പോകും. ഹീറോ അവസാനമായിട്ട് അവൾക്ക് ടാറ്റ ബൈ ബൈ പറയുമ്പോൾ അവളോട് പറയും, ഓക്കെ നമുക്ക് നാളെ സ്കൂളിൽ വെച്ച് മീറ്റ് ചെയ്യാം. അത് കേട്ട് അവളങ്ങനെ ഫ്രീസായി പോവും. സത്യം പറയും, നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു? അതിന് ഹീറോ ഇപ്പോ അവളെ നോക്കി ചിരിക്കുകയാണ്. ആക്ച്വലി നിന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് തോന്നിയിരുന്നു. അതിനുശേഷം ഈ കൈ പിടിക്കുന്ന സ്റ്റൈല് അത് വളരെ ഡിഫറെന്റ് ആണ്. ഇതുപോലെ തന്നെയാണ് നീ സ്കൂളിൽ വെച്ചും നിന്റെ കൈ പിടിക്കാറ്. അങ്ങനെയാണ് ഇത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നിനക്ക് ഒരുപാട് കഴിവുണ്ട്, പക്ഷേ നീ അതെല്ലാം ഹൈഡ് ചെയ്താണ് സ്കൂളിൽ ജീവിക്കുന്നത്. എനിക്ക് കഴിവൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ സ്കൂളിൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്നെ പോലെ സ്കൂളിൽ പോപ്പുലർ ആവാതെ ഒരു നോർമൽ കുട്ടിയായിട്ട് ജീവിക്കണം. അത് കേട്ട് അവൾ ഫുൾ കലിപ്പില് ഹീറോയുടെ അടുത്തേക്ക് വരികയാണ്. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഞാൻ പോപ്പുലർ ആവാൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിനക്കറിയോ? ഇത് ഒരുപാട് കാലത്തെ എന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. എനിക്കിത് ഭയങ്കര ഇൻസൾട്ട് ആണെന്ന് പറഞ്ഞ് അടുത്ത നിമിഷം അവൾ തലചുറ്റി താഴെ വീഴുകയാണ്. ഹീറോ ഓടിപ്പോയി അവളെ താങ്ങിയെടുക്കും. അതിനുശേഷം ഹെൽപ്പിന് വേണ്ടി അവൻ ആരെയൊക്കെയോ വിളിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.